ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് വിവോയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള വിവോ Y35 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ടല്ലോ ഫോൺ കാണാനായിട്ട്, നല്ല ലുക്കാണ് കേട്ടോ. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ നല്ലൊരു ലുക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിവോ Y35. ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് പുതിയ ഇറങ്ങിയ മോഡലാണ്, ഏറ്റവും പുതിയ ഇറങ്ങിയ മോഡലാണ്. നമ്മൾ ഈ ഒരു ഫോൺ ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ റിവ്യൂ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഓഫ്ലൈൻ മാർക്കറ്റിൽ, അത് നമ്മൾ ഷോപ്പുകളിൽ പോയി വാങ്ങിക്കുമ്പോൾ ഓഫ്ലൈൻ മാർക്കറ്റിൽ നല്ലൊരു ചോയ്സാണ് ഇതെന്ന് പറഞ്ഞിരുന്നു. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ച്, ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 18,500 ഒക്കെയാണ് വരുന്നത്. ഓഫ്ലൈൻ ആയ കാരണം എന്താണ് ഡിസ്കൗണ്ട് കിട്ടും, ഒരു 18 രൂപയ്ക്ക് താഴേക്ക് കിട്ടും. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് വരുന്ന കോമ്പറ്റേറ്റീവ് മോഡൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു പൊടിക്ക് നല്ല ഫോണാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് എന്തായാലും ഫോണിൻ്റെ ഓരോ ഫീച്ചേഴ്സ് എടുത്ത് നോക്കി നമുക്ക് പരിശോധിച്ച് ഡിസ്കസ് ചെയ്ത് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീട്ടിലേക്ക് ഇറങ്ങാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇതാണ് വിവോ Y35 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ബോക്സ് സാധാരണ വിവോയുടെ ഫോണിനകത്ത് കാണുന്ന രീതിയിലുള്ള സെയിം ബോക്സ് അവിടെ വരുന്നുണ്ട്. മോഡൽ നെയിം വിവോ Y35 എന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തുട്ടാ സൈഡിൽ വിവോൻ്റെ ബ്രാൻഡിങ് നെയിം. പിന്നെ ബാക്ക് സൈഡിൽ 44 വാട്ട് ഫ്ലാഷ് ചാർജ് വിത്ത് 5000 mAh ബാറ്ററി. പിന്നെ എക്സ്റ്റൻഡഡ് റാം 3.0, 50 MB ട്രിപ്പിൾ ക്യാമറയാണ്. പിന്നെ ഓഡിയോ ബൂസ്റ്റർ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ IMEI നമ്പർ കാര്യങ്ങൾ, ഫോണിൻ്റെ റാം ആൻഡ് റോം 8 GB റാം 128 GB വേരിയൻ്റ് ആണ് വരുന്നത്. അതുപോലെ ഈ ഫോണിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റും കാര്യങ്ങളും MRP ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വേറെ ബോക്സും വേറെ ഒന്നും പറയാനില്ല. നമുക്ക് എന്തായാലും ഡയറക്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഞാൻ ഇതിൻ്റെ ബോക്സ് ഓൾറെഡി ഓപ്പൺ ആക്കി കുറച്ച് നേരം ഉപയോഗിച്ചൊക്കെ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് Y35 എന്ന് പറയുന്ന ഫോണിൻ്റെ ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ സ്മാർട്ട് ഫോൺ കിട്ടും. നമുക്കത് മാറ്റി വയ്ക്കാം. ഇവിടെ IMEI നമ്പറിൻ്റെ സ്റ്റിക്കർ ഉണ്ട്, അത് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിനകത്ത് നമുക്കൊരു ബാക്ക് പൗച്ച് കിട്ടുന്നുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, നമുക്ക് സാധാരണ ഫോണൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന രീതിയിലുള്ള നല്ല ബോക്സി ഡിസൈൻ ആയിട്ടുള്ളൊരു നല്ലൊരു ക്വാളിറ്റിയുള്ള ബാക്ക് പൗച്ച് കിട്ടുന്നുണ്ട്, ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ യൂസർ മാനുവലും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു 44 വാട്ടിൻ്റെ ഒരു ഫ്ലാഷ് ചാർജ് വരുന്നുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് 44 വാട്ടിന് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സിം എജക്റ്റിംഗ് ടൂൾ കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത്. ബാക്ക് പൗച്ച് കിട്ടും, കേബിൾ, അഡാപ്റ്റർ, സിം എജക്റ്റിംഗ് ടൂൾ. ഇയർഫോണൊന്നും വരുന്നില്ല കേട്ടോ. പക്ഷേ കഴിഞ്ഞ വർഷം വരെ വിവോയുടെ ഒരു 15,000 മുകളിലേക്കുള്ള എല്ലാ ഫോണിലൂടെയും ഇയർഫോൺ വന്നിരുന്നു. ഈ വർഷം മുതൽ വി സീരീസിൽ വരെ ഇയർഫോൺ കൊടുക്കുന്നില്ല. അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നില്ല, കാരണം മറ്റു പല കമ്പനിക്കാരും ചാർജർ വരെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വിവോയും എന്ന് ഒഴിവാക്കാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറിനകത്താണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ കുറേ പേര് പറയുന്നത് നമ്മുടെ അൺബോക്സിങ് വീഡിയോ കുറച്ചുകൂടിയും ക്വാളിറ്റിയിലാക്കാൻ പറയുന്നുണ്ട്. അവരോട് പറയാനുള്ളത്, ഞാൻ നമ്മുടെ മൊബൈൽ ഫോണിനകത്താണ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ നല്ല സിനിമാറ്റിക് രീതിയിലൊന്നും അല്ലാതെ സാധാരണ ഒരാൾ പെട്ടി പൊട്ടിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്, ആ ഒരു രീതിയിലാണ് എൻ്റെ വീഡിയോസ്. ഞാൻ ഓൾറെഡി ഒരു 10-300ഓളം അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് പറഞ്ഞത് മാത്രം. കുറേ പേര് പറയുന്നുണ്ട് വീഡിയോ ക്വാളിറ്റി കൂട്ടണം, സിനിമാറ്റിക് രീതിയിലൊക്കെ ആക്കണം എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. ഒന്നാമത്തെ ദിവസം ടൈമില്ല, പിന്നെ നമ്മൾ ഈ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. ഞാൻ മാക്സിമം ക്വാളിറ്റി തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വിവോ Y35 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. നല്ല ഗംഭീര ലുക്കാണ് കേട്ടോ. പ്രത്യേകിച്ച് ഗോൾഡൻ കളർ. ഇതിൻ്റെ തന്നെ ബ്ലാക്ക് കളർ കൂടി അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഗോൾഡ് എടുത്തത് കാരണം എനിക്ക് കളർഫുൾ ആയിട്ടുള്ള ഫോണിൽ ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ തന്നെ എടുത്തത്. ഇങ്ങനെയൊക്കെ ലൈറ്റിൽ ഇങ്ങനെ ചിരിക്കുമ്പോൾ നല്ല ഒരു ഇത് വരുന്നുണ്ട്. ഈ ഡിസൈൻ മുൻപ് പല വിവോയുടെ ഫോണത്, വിവോ T1 4G 44 വാട്ട്, അതുപോലെ വിവോ T1 5G Y75, അങ്ങനെ കുറേ ഫോണിനകത്ത് നമ്മൾ ഈ ഒരു ഡിസൈൻ മുൻപും കണ്ടിട്ടുണ്ട്. എന്തായാലും ക്യാമറയുടെ ഭാഗത്തൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. നല്ല ഇവിടേക്ക് നല്ല ഭംഗി വന്നിട്ടുണ്ട്. വലിയൊരു സ്ക്വയർ, അത് ഫോണിൻ്റെ ഒരു വലിയൊരു ഭാഗം ക്യാമറ മൊഡ്യൂളിന് വേണ്ടി മാറ്റി വെച്ച പോലെ നമുക്ക് തോന്നും. പിന്നെ 3 ക്യാമറകൾ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. 50 MP ക്യാമറ. പിന്നെ താഴെ വിവോയുടെ ബ്രാൻഡിങ് നെയിം കൂടെ കൊടുക്കുന്നുണ്ട്. സൈഡ് നല്ല ബോക്സ് ഡിസൈനാണ്, ഫ്ലാറ്റ് ഡിസൈൻ വരുന്നത്. അതിപ്പോൾ ഒരു എല്ലാ ഫോൺസും ഇപ്പോൾ ബോക്സ് ഡിസൈൻ വരുന്നല്ലേ. താഴെ നോക്കുമ്പോൾ സ്പീക്കറിൻ്റെ ഗ്രില്ലുകൾ, ടൈപ്പ് സി ചാർജിങ് പോർട്ട്, മൈക്രോഫോണിൻ്റെ ഹോൾ, 3.5 mm ഓഡിയോ ജാക്കും വരുന്നുണ്ട്. മുകളിലാണ് സിം കാർഡ് ഹോൾഡർ വരുന്നത്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. വേറെ ഒന്നുമില്ല. അപ്പോൾ ഡിസൈൻ വൈസ് നല്ല ഭംഗിയുണ്ട്. കൈനകത്ത് പിടിക്കാനൊക്കെ നല്ല രസമുണ്ട്. ഒരു ഓണാക്കി നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം. അപ്പോൾ ഇതാണ് ഈ ഫോണിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഓൾറെഡി കുറച്ച് നേരം ഓണാക്കി ഉപയോഗിച്ചൊക്കെ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഡിസ്പ്ലേ പറയുമ്പോൾ ഡിസ്പ്ലേ 6.58 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. LED അല്ല, LCD ആണ് വരുന്നത്. ഈ പ്രൈസ് റേഞ്ചിനകത്ത് വിവോയുടെ തന്നെ LED ഡിസ്പ്ലേ ഉള്ള ഫോൺസ് ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇത് LCD ആണ് വരുന്നത്. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആണ്. ഞാനിപ്പോൾ ബ്രൈറ്റ്നസ് ഫുൾ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയ്ക്ക് റിഫ്ലക്റ്റ് അടിക്കുന്നതുകൊണ്ട് ഞാൻ പകുതി ഇരുന്നുള്ളൂ. നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. താഴെ നോക്കുമ്പോൾ കുറച്ച് വലിയ ചിഹ്നമാണ് വരുന്നത്. സാധാരണ വിവോയുടെ ഒക്കെ ഫോണിനകത്ത് കാണുന്ന സെയിം ഡിസ്പ്ലേ തന്നെ. സൈഡൊക്കെ വളരെ നൈസാണ്. പക്ഷേ മുകളിൽ നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്, ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. ഇപ്പോൾ ഡ്രോപ്പ് നോച്ച് ഇപ്പോൾ കുറ്റം പറയാൻ പറ്റില്ല, ഒരുവിധം എല്ലാ ഫോൺസും വീണ്ടും ഡ്രോപ്പ് നോച്ചിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 16 MP ഫോണിൻ്റെ സെൽഫി ക്യാമറ വരുന്നത്. വലിയൊരു നോച്ചാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ 2 ദിവസം മുൻപ് IQയുടെ Z6 Pro ഒക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ വലിയ നോച്ചാണ് വന്നിരുന്നത്. ഇതൊരു ചെറിയൊരു ഒഴുക്കൻ രീതിയിലുള്ള ഒരു നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്.
അപ്പോൾ ഡിസ്പ്ലേ ഭാഗത്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റിഫ്രഷ് റേറ്റ് 90 ഹെർട്സ് ആണ് വരുന്നത്. ഫോണകത്ത് അനാവശ്യമായിട്ടുള്ള ആപ്സ് നോക്കുമ്പോൾ 1 2 3 4 5 6 7 8 9 10 ആപ്സ് ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞെക്കി പിടിച്ചിട്ട് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും പറ്റും. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള ആപ്സ് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഡിസ്പ്ലേ ഭാഗത്ത് ഓക്കെ എന്ന് പറയാം, നല്ല ഡിസ്പ്ലേ കൊടുക്കുന്നുണ്ട്. ഇനി സെറ്റിങ്സിനകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇവിടെ അബൌട്ട് ഫോണിനകത്ത് കയറി കഴിഞ്ഞാൽ Vivo Y35 മോഡൽ നെയിം, ആൻഡ്രോയിഡ് വേർഷൻ 12, Funtouch OS വേർഷൻ 12, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് Snapdragon 680 എന്ന് പറയുന്ന ഒരു ചിപ്സറാണ്. 4G ഫോണാണത്, 5G അല്ല. പിന്നെ 4Gയിൽ ഇപ്പോൾ കിട്ടുന്നതിൽ തിരക്കേടത്തൊരു പ്രോസസ്സർ എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഈ ഒരു പ്രോസസ്സർ 10,000 കിട്ടും, 20,000 കിട്ടും, അങ്ങനത്തെ ഒരു പ്രോസസ്സറാണിത്. അപ്പോൾ സാധാരണ രീതിയിലുള്ള ഗെയിമിങ്ങിനും കാര്യങ്ങൾക്കും പറ്റും, അതുപോലെ തന്നെ നോർമൽ യൂസിങ്ങിനും ലോങ് ലാസ്റ്റ് യൂസിങ്ങിനും അതുപോലെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പറ്റിയ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് 680 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഗെയിമിംഗ് ആണ് നിങ്ങളുടെ മെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഈ പ്രൈസ് റേഞ്ചിനകത്ത് വേറെ കിട്ടും. 5G ഫോൺസ് കിട്ടും, നല്ല പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സർ കിട്ടും. പക്ഷേ ഗെയിമിംഗ് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇത് കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രോസസ്സറാണ്. 8 GB റാം വരുന്നുണ്ട്. അതിനോട് നമുക്ക് 8 GB റാം വരെ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. മൊത്തം 16 GB എഫക്റ്റീവ് റാമിൽ നമുക്ക് യൂസ് ചെയ്യാം. ശരിക്കും അതിനൊന്നും ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് 8 GB റാം തന്നെ ധാരാളമാണ്. പിന്നെ 128 GB സ്റ്റോറേജ് വരുന്നത്, നമുക്ക് മെമ്മറി ഇട്ടിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്, ഈ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പെർഫോമൻസിന് ഭാഗത്ത് നോക്കുമ്പോൾ അത്യാവശ്യം തിരക്കേല്ലാത്തൊരു പെർഫോമൻസ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി എന്തുട്ടാ ക്യാമറ നോക്കാം. ക്യാമറ എന്ന് പറഞ്ഞാൽ ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ ഇതെന്ന് പറയുന്നത് 50 MB ക്യാമറയാണ് വരുന്നത്. ഞാൻ ഇതിൻ്റെ ക്യാമറയെ കുറിച്ചുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. കാരണം വിവോയുടെ ഫോൺസൊക്കെ ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ കുറേ പേര് പറയാറുണ്ട് ക്യാമറ വീഡിയോ ചെയ്യണം എന്ന് പറയാറുണ്ട്. ഞാൻ ചെയ്യാറുണ്ട്, അത്യാവശ്യം റീച്ച് കിട്ടാറുണ്ട്. അപ്പോൾ ക്യാമറ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ലൈവായിട്ടൊരു ക്യാമറ ഫോട്ടോ എടുത്ത് കാണിച്ചിരുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ എടുക്കുന്ന ജസ്റ്റ് ഒരു സിമ്പിൾ ഫോട്ടോ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള ഔട്ട്പുട്ടാണ് കിട്ടുക. ഇതിപ്പോൾ നമ്മൾ ഷോപ്പിനകത്ത് ഷട്ടറൊക്കെ അടച്ചിട്ട് എടുക്കുമ്പോൾ അത് സാധാരണ ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കിട്ടുന്ന ഒരു ഫോട്ടോ ആണ് പറയുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ക്യാമറയെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് വേറെ ചെയ്യാം കേട്ടോ, പറഞ്ഞാൽ മതി, ചെയ്യാം, കമൻറ്റ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് നൈറ്റ് മോഡ് വരുന്നുണ്ട്, പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്, അതുപോലെ ഫോട്ടോ മോഡ് വരുന്നുണ്ട്, വീഡിയോ മോഡ് വരുന്നുണ്ട്. വീഡിയോ നമുക്ക് ഫുൾ HD 60 FPS നമുക്ക് ഇല്ല, ഫുൾ HD ആകുമ്പോൾ 30 FPS, 60 ഇടുമ്പോൾ ഓട്ടോമാറ്റിക് 720 പോവാണ്. പിന്നെ സ്റ്റെബിലൈസേഷൻ മോഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓണാക്കിയ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ മോർ സെറ്റിംഗ്സിനകത്ത് പോയി കഴിഞ്ഞാൽ 50 MP ഹൈ റെസൊല്യൂഷൻ മോഡ്, പനോരമ മോഡ്, ലൈവ് ഫോട്ടോ മോഡ്, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, പ്രൊഫഷണൽ മോഡ്, ഡോക്യുമെൻറ്റ്, ഡബിൾ എക്സ്പോഷർ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ക്യാമറ തിരക്കില്ല കേട്ടോ, ഇങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു എബോവ് ആവറേജ് പെർഫോമൻസ് ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ വിവോയുടെ ആയ കാരണം അതിൻ്റെതായ ക്യാമറ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ബ്രാൻഡായ കാരണം അതിൻ്റെതായ ക്വാളിറ്റി ഒക്കെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. സെൽഫി ക്യാമറ നോക്കുമ്പോൾ 16 MP ഫോൺ സെൽഫി വരുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ ഈ ഫോണകത്ത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫോൺ, ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഫോൺ കണ്ടോ. അപ്പോൾ കുഴപ്പമില്ല, നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 16 MP സെൽഫി. ഇപ്പോൾ റൂമിനകത്താണ്, ട്യൂബ് ലൈറ്റിനകത്ത് വരുന്ന ഒരു വീഡിയോ ആണ്, അല്ലെങ്കിൽ ഫോട്ടോ ആണ്. കാണുമ്പോൾ കുഴപ്പമില്ല, വലിയ തിരക്കേടാത്ത ഒരു ക്യാമറ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ലൈവായിട്ട് ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് നൈറ്റ് മോഡ്, പോർട്രേറ്റ് മോഡ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, അതും പിന്നെ മോർ സെറ്റിംഗ്സിനകത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ലൈവായിട്ടൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ എന്ന് പറയുന്നത്. ഇത് പോർട്രേറ്റ് മോഡാണ്. നമ്മുടെ മുഖത്തെ കുറച്ചുകൂടി ബ്യൂട്ടിഫിക്കേഷൻ മോഡൊക്കെ ആയിട്ട് ഈ മുഖക്കുരു ഒക്കെ കളഞ്ഞ് നല്ല ഭംഗിയിൽ കിട്ടുന്ന ഒരു മോഡാണ് ഈ ഒരു പോർട്രേറ്റ് മോഡ് എന്ന് പറയുന്നത്. ഇത് സാധാ ഫോട്ടോ മോഡ്, കുറച്ചും കൂടി ഷാർപ്നെസ് കിട്ടും, ഈ പിമ്പിൾസും കാര്യങ്ങളൊക്കെ കിട്ടും കണ്ടോ. ബ്ലാക്ക് ഡോട്ടൊക്കെ വരും, മറ്റേ നമ്മൾ അത് വരില്ലെന്ന് മാത്രം. കുഴപ്പമില്ല, ക്യാമറ സെൽഫി ക്യാമറ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. 16 MP ആണ് സെൽഫി വരുന്നത്. തിരക്കേലാത്തൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള മൊത്തം കാര്യങ്ങൾ. പിന്നെ ബാറ്ററി 5000 mAh ബാറ്ററി ഉണ്ട്, 44 വാട്ട് ഫാസ്റ്റ് ചാർജ് ഉണ്ട്. ഒരു ഓഫ്ലൈൻ മോഡൽ എന്ന നിലയ്ക്ക് ഈ 44 വാട്ടൊക്കെ വലിയ കാര്യമാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് 18 വാട്ട്, മാക്സിമം 33 വാട്ടൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ അതും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നല്ല ഡിസൈനാണ്, നല്ല ക്യാമറയാണ്, കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓഫ്ലൈൻ ഫോൺ. നിങ്ങൾ ഓൺലൈൻ അല്ല, നിങ്ങൾ ഓഫ്ലൈനായിട്ട് ഇപ്പോൾ ഫിനാൻസ് വഴിയോ അല്ലെങ്കിൽ EMI വഴിയോ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പരിഗണിക്കാൻ പറ്റിയ മോഡലാണ്. പിന്നെ മാക്സിമം ഡിസ്കൗണ്ടുകൾ ചോദിച്ച് വാങ്ങിക്കുക. അത് ഈ ഫോണല്ല, ഏത് ഫോണായാലും നിങ്ങൾ മാക്സിമം ഡിസ്കൗണ്ടുകൾ ചോദിച്ച് വാങ്ങിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഫോണിനെ കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ സജഷൻസൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് ലോട്ട്.